മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ വെച്ച് ഇഡി ഉദ്യോഗസ്ഥർക്കും അവരുടെ വാഹനത്തിനും നേരെ ഇന്ന് നടന്ന ആക്രമണം ലജ്ജാകരമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഉത്തരവാദിത്തങ്ങൾ നേരിടാനുള്ള സിപിഎമ്മിന്റെ കടുത്ത വിമുഖതയെയാണ് തുറന്നുകാട്ടുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും അന്വേഷണം തടസ്സപ്പെടുത്തുന്നതും രാഷ്ട്രീയ പ്രതിഷേധമല്ല, അത് നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും വ്യക്തമാക്കി. പതിവ് പോലെ തങ്ങളുടെ രാഷ്ട്രീയ ഇരട്ടയായ സിപിഎമ്മിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നയിക്കുന്ന സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണ്. രണ്ടല്ല, ഒന്നാണ്. സത്യമറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു നേതാവോ പാർട്ടിയോ മുൻ മുഖ്യമന്ത്രിയോ നിയമത്തിന് അതീതരല്ല. ഭീഷണികളിലൂടെയോ ആക്രമണത്തിലൂടെയോ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെയോ നീതി അട്ടിമറിക്കപ്പെടില്ലെന്ന് ബിജെപി ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ ഇഡി റെയ്ഡ് നടത്തിയതിൽ പ്രതികരിച്ച് ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്രത്തിന്റെ നീക്കത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഈ റെയ്ഡിനെ കുറിച്ച് കേരള സർക്കാരിനോ ആഭ്യന്തര മന്ത്രാലയത്തിനോ ഒരു വിവരവുമില്ല. അവരും ഞങ്ങളുടെ പിന്തുണ തേടിയിട്ടില്ല. അതിനാൽ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. ഈ ചോദ്യം ഇഡിയോട് ചോദിക്കേണ്ടതുണ്ട്. ബിജെപിയും സിപിഎമ്മും തമ്മിൽ ഒരു ധാരണയുണ്ടെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ആ ധാരണയ്ക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? അവർ കേരളത്തിലെ ജനങ്ങളോട് പറയണം. ഞങ്ങൾക്ക് ബിജെപിയുമായി ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ബിജെപിയോട് പോരാടുകയാണ്. ഞങ്ങൾ ബിജെപിക്കും സിപിഎമ്മിനുമെതിരെ പോരാടി ഞങ്ങൾ അധികാരത്തിൽ വന്നു. എന്നാൽ ഇഡി റെയ്ഡിനെ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സിപിഎം പ്രതിരോധിക്കുന്നത്. പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. രാജ്യത്തെ പ്രമുഖ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാർ നടത്തുന്ന ആസൂത്രിതമായ രാഷ്ട്രീയ ആക്രമണമാണിതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ആരോപിച്ചു. ഇത്തരം ഭീഷണികളിലൂടെ പിണറായി വിജയനെയോ സിപിഎമ്മിനെയോ ഭയപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്നും ഈ റെയ്ഡിന് പിന്നിൽ സംസ്ഥാനത്തെ UDF സർക്കാരിന്റെ ഇടപെടലും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. മാത്രമല്ല, മുൻ കേരള മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡുകളെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് DMK അധ്യക്ഷനും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനും ഒതുക്കാനുമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്ന BJP സർക്കാരിന്റെ പ്രവണത രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും ഇത് ജനാധിപത്യപരമായ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയായിരുന്നു സ്റ്റാലിൻ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. സഖാവ് പിണറായി വിജയനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകളെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഇത്തരം നടപടികൾ വീണ്ടും ഉയർത്തുന്നു. MK സ്റ്റാലിൻ തന്റെ പോസ്റ്റിൽ കുറിച്ചു. ഇതിനൊപ്പം കോൺഗ്രസ് നേതാക്കൾ മുൻപുന്നയിച്ച ചില ആരോപണങ്ങൾക്കുള്ള കടുത്ത മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നും സ്റ്റാലിൻ ഓർമ്മിപ്പിച്ചു. പിണറായി വിജയനെ എന്തുകൊണ്ടാണ് BJP സർക്കാർ ഇതുവരെ ലക്ഷ്യമിടാത്തതെന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച ചില കോൺഗ്രസ് നേതാക്കളുടെ മുൻകാലങ്ങളിലെ വന്യമായ ആരോപണങ്ങളുടെ പൊള്ളത്തരമാണ് ഈ റെയ്ഡിലൂടെ ഇപ്പോൾ പൂർണ്ണമായി തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.